വാർത്തകളിലേക്ക് വിശദമായി കടക്കുകയാണ്. സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും CPIM നേതാവുമായ M. പത്മകുമാറിനെ വൈദ്യപരിശോധനയ്ക്കായി ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്. VS അനു ഉണ്ട് വിവരങ്ങളുമായി. അനു, സർക്കാരിനെയും CPIMനെയും പ്രതിരോധത്തിലാക്കിയ അറസ്റ്റാണ് നടന്നത്. രണ്ടാമത്തെ അറസ്റ്റാണ് നടന്നത്. ഇനി എന്തൊക്കെ നീക്കങ്ങളിലേക്കായിരിക്കും അന്വേഷണ സംഘം കടക്കുക? ഉച്ചയോട് കൂടി അറസ്റ്റ് രേഖപ്പെടുത്തിയ പത്മകുമാറിനെ അതാ ഇപ്പോൾ തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. വൈദ്യപരിശോധനയ്ക്ക് ശേഷം കൊല്ലം വിജിലൻസ് കോടതിയിലേക്ക് കൊണ്ടുപോകും. നേരത്തെ തന്നെ അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുത്തതിനാൽ റാന്നി കോടതിയല്ല, പകരം കൊല്ലം വിജിലൻസ് കോടതിയിലാണ് കേസ് പരിഗണിക്കുന്നത്. സ്വാഭാവികമായും കോടതി സമയം കഴിഞ്ഞതിനാൽ മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ കൊണ്ടുപോകാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. അല്പസമയം മുമ്പാണ് ഈ പോലീസ് ആസ്ഥാനത്തെ ക്രൈംബ്രാഞ്ച് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് പത്മകുമാറിനെ പുറത്തേക്ക് ഇറക്കിയത്. ഇന്ന് രാവിലെ 10:30 ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് എത്തിയ പത്മകുമാറിനെ ഉച്ചവരെ 11 മണി മുതൽ ഏകദേശം 3.5 മണിക്കൂർ ചോദ്യം ചെയ്ത ശേഷമാണ് അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്വർണ്ണക്കടത്ത് കേസിൽ സൂത്രധാരനായി പ്രവർത്തിച്ചത് പത്മകുമാറാണ്. മാത്രമല്ല, ഈ സ്വർണം മോഷണം ചെയ്യുകയും അതിനുശേഷം അതിൽ നിന്ന് സാമ്പത്തിക ലാഭം ഉണ്ടാക്കുകയും ചെയ്തു. പത്മകുമാറിന്റെ വീടിലടക്കം ഉണ്ണികൃഷ്ണ പോറ്റി എത്തി ഗൂഢാലോചന നടത്തി എന്നടക്കമുള്ള ഗുരുതരമായ കുറ്റങ്ങൾ പത്മകുമാറിനെതിരെ പ്രത്യേക അന്വേഷണ സംഘം ആരോപിക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ പത്മകുമാറുമായി വാഹനം തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രിയിൽ എത്തിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ വൈദ്യപരിശോധന അടക്കമുള്ള നടപടികൾ കാണാൻ എത്തിച്ചത്. അതിനുശേഷമാകും ഇവിടെ നിന്ന് കൊല്ലം വിജിലൻസ് കോടതിയിലേക്ക് പത്മകുമാറിനെ കൊണ്ടുപോവുക. ഏറ്റവും നിർണായകമായ അറസ്റ്റ് ഇതുവരെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും സുപ്രധാനമായ പ്രമാദമായ അറസ്റ്റാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അഖില, ശരി അനു, മീര കൂടി ചേരുന്നുണ്ട്. ജനറൽ ആശുപത്രിയിലാണ് മീര ഇപ്പോൾ നിൽക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. മീര, അതിനിർണായകമായ ഒരു അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനി അദ്ദേഹത്തെ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോവുകയാണ് ഇനി ചെയ്യുക. അതിനുശേഷം ഇന്ന് കോടതി ഇല്ലാത്തതിനാൽ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് വീണ്ടും കടക്കുകയും ചെയ്യും. ഇനി എപ്പോഴേക്കായിരിക്കും അവിടുത്തെ നടപടിക്രമങ്ങൾ പൂർത്തിയാവുക? വിവരങ്ങൾ. തീർച്ചയായും അഖില, ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പത്മകുമാറിനെ വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി ഇവിടെ എത്തിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹത്തെ വഹിച്ചുകൊണ്ട് വാഹനം ജനറൽ ആശുപത്രിക്ക് മുന്നിൽ എത്തിക്കഴിഞ്ഞു. ഉടൻ തന്നെ വൈദ്യപരിശോധനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു നടപടിക്രമങ്ങൾ ഉണ്ടാകും. അതിനുശേഷം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള 6ാമത്തെ അറസ്റ്റാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. നേരത്തെയൊക്കെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സർക്കാരിനെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. നിലവിൽ ഈ ഒരു കേസിൽ 6ാമത്തെ അറസ്റ്റാണ് ഉണ്ടായിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബു, KS ബൈജു, D. സുധീഷ് കുമാർ, N. വാസു എന്നിവരോടൊപ്പം ഇപ്പോൾ അവസാനമായി ഈ പത്മകുമാർ കൂടി പോലീസ് കസ്റ്റഡിയിൽ അല്ലെങ്കിൽ അറസ്റ്റ് രേഖപ്പെടുത്തി എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇപ്പോൾ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ഈ വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി എത്തിച്ചിട്ടുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഈ വൈദ്യപരിശോധന, അതായത് അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം ഏറ്റവും അടുത്തതായി വേണ്ടിയുള്ള അടുത്ത ഘട്ടം എന്ന നിലയിൽ തന്നെ ഈ വൈദ്യപരിശോധന പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും മറ്റു നടപടിക്രമങ്ങളിലേക്ക് ഉണ്ടാവുക. ഇപ്പോൾ കോടതി ഇല്ലാത്ത സമയം അവസാനിച്ച സാഹചര്യമാണ്. അപ്പോൾ അടുത്ത നടപടിക്രമങ്ങൾ ഉൾപ്പെടെ എന്താണെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് എത്തിക്കാനുള്ള സാധ്യത കൂടിയുണ്ട്, അല്ലെങ്കിൽ കൊല്ലത്തേക്ക് കൊണ്ടുപോകാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. എന്തായാലും ആ നടപടിക്രമങ്ങളെക്കുറിച്ച് നിലവിൽ വ്യക്തതയില്ല. എന്തായാലും ഇപ്പോൾ ഏറ്റവും നിർണായകമായി ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞു. അറസ്റ്റിന്റെ ഭാഗമായി തന്നെ അടുത്ത നടപടിക്രമം എന്ന രീതിയിൽ ജനറൽ ആശുപത്രിയിലേക്ക് വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി പത്മകുമാറിനെ എത്തിച്ചിട്ടുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കേസ് വന്ന ഉടനെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെ ഉദ്യോഗസ്ഥരിലേക്ക് അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ടുള്ള ഒരു പ്രതികരണം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. തുടർന്നാണ് കോടതി നിരീക്ഷണവും ഈ
ഉദ്യോഗസ്ഥർക്ക് ഇതിൽ പങ്കുണ്ടോ എന്നുള്ള കാര്യം വ്യക്തമായി അന്വേഷിക്കണമെന്നുള്ള ഒരു കാര്യം കൂടി കോടതി തന്നെ അറിയിക്കുന്നത്. അതിൻ്റെയൊക്കെ ഭാഗമായി തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘം ഈ അന്വേഷണത്തിന്റെ നേതൃത്വത്തിലേക്ക് വരുന്നത്. എന്തായാലും അതിന്റെ അന്വേഷണം ബാംഗ്ലൂർ ഉൾപ്പെടെ പത്തനംതിട്ട ശബരിമല ക്ഷേത്രത്തിൽ ഉൾപ്പെടെ എത്തിക്കൊണ്ട് ഈ പാളികൾ ഉൾപ്പെടെയുള്ള പരിശോധനകൾ ഉൾപ്പെടെ കഴിഞ്ഞു. അതിനുശേഷം എൻവാസു ഉൾപ്പെടെയുള്ള മുൻ ദേവസ്വം ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്തു. അവരുടെ ഉൾപ്പെടെ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഏറ്റവും നിർണായകമായിട്ടുള്ള അറസ്റ്റിലേക്ക് ഈ SIT പ്രത്യേക അന്വേഷണ സംഘം നീങ്ങിയത്. എന്തായാലും ഇപ്പോൾ പത്മകുമാറിനെ ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി എത്തിച്ചിട്ടുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അഖില.